അങ്ങനെ രാവിലെ പോയതിനും ബുക്ക് മൈ ഷോ വഴി പടം ടിക്കറ്റ് എടുത്ത് കണ്ടതിനും എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. ലോക്കി സൂപ്പർ ബ്രോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ബ്രോ മൈൻഡ് ചെയ്യേണ്ട. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട്, അത് ബ്രോ മനസ്സിലാക്കുക. നല്ല സിനിമ തന്നെയാണ്. പടത്തെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചോ. ഒന്ന്, ഇത് LCUവിന്റെ പാർട്ടല്ല. സെക്കൻഡ്ലി, ഈ ഫിലിമിൽ പറയത്തക്കതല്ലാത്ത ക്യാമിയോസ് ഉണ്ട് എന്നും പറഞ്ഞ് ഒന്നുമില്ല. തേർഡ്, A സർട്ടിഫിക്കറ്റ് പടത്തിൽ അതായത് വയലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വെട്ടിത്തള്ളലൊന്നും പ്രതീക്ഷിക്കേണ്ട. ആവശ്യമുള്ള വയലൻസ് മാത്രമേ ഉള്ളൂ. സിനിമയിലേക്ക് വരാം. ലോകേഷിന്റെ ഡയറക്ഷനും സ്ക്രീൻ പ്ലേയും എല്ലാം നന്നായിരുന്നു. കാരണം ഈ സിനിമയിൽ ഇവര് നല്ലൊരു കഥയും അതോടൊപ്പം രജനി സാറിന്റെ സ്റ്റൈലും സ്വാഗും ഒക്കെ എടുത്ത് കാണിച്ച് രണ്ടിനും ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ ലോകേഷ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ക്യാമറ വർക്ക് അടിപൊളിയാണ്. ഗിരീഷേട്ടാ സൂപ്പർ. ടെക്നിക്കലി പടം അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക് അനിരുദ്ധ് സൂപ്പറാണ്. അനിരുദ്ധിന്റെ മ്യൂസിക് ആണ് പടത്തിനെ പിടിച്ചു നിർത്തുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയണ്ടല്ലോ. പവർ ഹൗസ്, മോണിക്ക, സോങ്സ് ഒക്കെ ഒന്നിനൊന്നും വെച്ചാൽ. BGM-ഉം എസ്പെഷ്യലി ആ ഡി-ഏജിങ് പോർഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ BGM-ത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു രജനി ഫാനൊക്കെ നമ്മളൊക്കെ അങ്ങനെ വൈബ് അടിച്ച് നിൽക്കും അതിനകത്ത്. ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ കട്ടപ്പൊളി, ഒരു രക്ഷയില്ല. അടിപൊളി തീയായിരുന്നു ആ പോർഷൻസ്. രജനി ഫാൻ എന്നല്ലേ പറയാണ്, എന്റെ ഒപ്പീനിയൻ ആണ്. ഓക്കെ, എനിക്ക് പറയാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ സഹിച്ച് എന്റെ അഭിപ്രായമല്ല, ഞാൻ പറയും. മറ്റ് ആക്ടേഴ്സ് നാഗാർജുന, ആമിർ ഖാൻ, ശ്രുതി ഹാസൻ, സൗബിൻ, ഉപേന്ദ്ര, ആ പേര് പറയാതെ പോയാൽ എനിക്ക് നഷ്ടമാവും, അതെന്തുവാണെന്ന് പറയാം. ഇവരുടെ എല്ലാം സൂപ്പർബാണ്. എസ്പെഷ്യലി ഫൈറ്റ് സീൻസിൽ ഉപേന്ദ്ര എന്ന ആക്ടറിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാനിന് പോലും കുറച്ച് ഡ്യൂറേഷനേ ഉള്ളൂ, എങ്കിലും പുള്ളിയുടെ പോർഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ശ്രുതി ഹാസൻ നന്നായി നമുക്കത് കൺവേ ചെയ്യുന്ന രീതിയിൽ അത് അഭിനയിച്ചു. റീസെന്റ് ഇറങ്ങിയ പുള്ളിക്കാരുടെ ഫിലിംസ് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് കൂലിയിലാണെന്ന് 100% പറയാം. സത്യരാജ് സാറും നന്നായി ചെയ്തിട്ടുണ്ട്. സൗബിനിക, നിങ്ങൾ പൊളിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു നല്ലൊരു മീറ്ററിൽ നമുക്ക് ആ ഗൂസ് ബംസ് മൊമെന്റ്സ് തന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തു. ആ എക്സ്പെക്ടേഷൻ ഒരു 80% പടം മീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലൈമാക്സ് ആണ്. എൻഡിങ് പക്ഷേ ലോകേഷിന്റെ ഫിലിംസിൽ ഒരു ഹാപ്പി എൻഡിങ് എന്ന് വെച്ചാൽ കുറെയൊക്കെ എക്സ്പെക്ട് ചെയ്തത് പോലെ വന്നത് ഈ പടത്തിലാണ്. പെർഫോമൻസും എല്ലാവരും ഓരോ മാക്സിമം ചെയ്തിട്ടുണ്ട്. ചിലർ ഇതിനെ LCU ആയിട്ടൊക്കെ മൂവീസായിട്ട് കമ്പയർ ചെയ്യും. അതിന്റെ പേരിൽ ചില ട്രോളും കാര്യങ്ങളും ഞാനും കണ്ടു. സ്വാഭാവികം, ഇത് LCU ആയി ബന്ധമില്ല, അതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പേഴ്സണൽ സജഷൻ ആണ്, ഈ സിനിമയ്ക്ക് ഒരു UA സർട്ടിഫിക്കറ്റ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. A സർട്ടിഫിക്കറ്റ് മാത്രമല്ല, UA സർട്ടിഫിക്കറ്റ്. കാരണം ഈ പടത്തിൽ കാണുന്ന വയലൻസ് ഒക്കെ ഒരു പരിധിവരെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്, എല്ലാ ജനറൽ ഓഡിയൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. മോണിക്ക എന്ന സോങ്ങിൽ സൗബിന്റെ എനർജി, അത് ഫോണിൽ നമ്മൾ ആ പാട്ട് കണ്ടതിന്റെ ഇരട്ടി ഇമ്പാക്റ്റ് ആണ് തിയേറ്ററിൽ കാണുമ്പോൾ. ഒരു 4K ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്റേഴ്സിൽ പോയാൽ നിങ്ങൾക്ക് ആ പടത്തിന്റെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ സെറ്റ് ആയിരിക്കും. നല്ല പ്രൊഫഷണൽ, നല്ല സൗണ്ട് ക്വാളിറ്റി സിനിമ കാണുമ്പോഴാണല്ലോ അത് ഏതൊരു സിനിമയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ട്രൂ എക്സ്പീരിയൻസ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ മാത്രം നിങ്ങൾ റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും എന്നോട് തന്നെ, എന്തുകൊണ്ടാണ് ഞാൻ മാത്രം പോസിറ്റീവായി പറയുന്നത്? ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മിനിമം എക്സ്പെക്ടേഷൻ രജനി സാറിനെ നന്നായിട്ട് പ്ലേസ് ചെയ്യുമെന്നായിരുന്നു. അത് ലോകേഷ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയ ഒരുപാട് ഹൈപ്പ് പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം 100% കൂലി തന്നെയാണ്. ആ പഴയ കാലഘട്ടം ഞാൻ പറയില്ല, അത് കാണിക്കുമ്പം ഉള്ള BGM, ആ രജനി സാറിന്റെ സ്റ്റൈൽ, നടത്തും, ആ സിഗരറ്റിന്റെ പരിപാടിയൊക്കെ സെറ്റാണ്, അടിപൊളിയാണ്. അതൊക്കെ ഇതാണ് നമ്മള് ഇപ്പൊ എന്താണ് ജംഗിൾ പൊളി എന്നൊക്കെ പറയുന്നത് പോലെ സൂപ്പറാണ് അതൊക്കെ. ഇതിനെ ഇപ്പൊ ഉള്ള കാര്യം പറയേണ്ടത്, 1-2 പേര് ഇതിനെ ലിയോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നതാണ്. ലിയോ വേറെ, ഈ ഫിലിം വേറെ, രണ്ട് നടന്മാരുടെ ആണ്. അവരുടെ ഏജ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. രജനി സാർ ഈ 50 വർഷവും 75ാമത്തെ വയസ്സിലും അദ്ദേഹം ഇത്രയും നന്നായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ആസ് എ ഫാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലോകേഷ് ബ്രോ പേഴ്സണലി പറയണം, ബ്രോക്ക് തെറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഹൈപ്പ് കൊടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ, സപ്പോസ് ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും എന്റെ ഫിലിമിലെ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് അവര് സീനിയർ ആണെങ്കിലും അല്ലെങ്കിലും എന്റെ പ്രൊഡക്റ്റ് മാക്സിമം ആളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ, അത് എങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. അതേ അവരും ചെയ്തിട്ടുള്ളൂ. എന്തായാലും രജനി ഫാൻ ആണോ, നിങ്ങൾക്ക് ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ടാവും, വിസിൽ അടിക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവും, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. മുമ്പ് കണ്ട ലോകേഷ് ഫിലിംസിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ഫിലിം തന്നെയാണ് ഈ സിനിമ. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഉപേന്ദ്രയുടെ പെർഫോമൻസ് ഒക്കെ
എപ്പാർട്ട് ഫ്രം തലൈവർ ഉപേന്ദ്രയാണ് അങ്ങേര് കന്നഡയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇപ്പോഴും പുള്ളി സൂപ്പർ സ്റ്റാർ ആണ്. അമ്മ ഫൈറ്റൊക്കെ അമ്മാതിരി ആടിയല്ലേ അടിക്കണം പുള്ളി. നാഗാർജുന സാറും നന്നായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പക്ഷെ അത് കുറച്ചും കൂടി ഒരു വേറെ ഷെയ്ഡിലുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് ഇവര് രണ്ടുപേരും തമ്മിൽ കുറച്ചും കൂടി ഫൈറ്റ് കുറച്ചും കൂടി എനിക്ക് ഭയങ്കര വർക്കൗട്ട് ആയത്. LCU മൂവി അല്ല, ഒരുപാട് വയലൻസ് ഇല്ല, ഒരുപാട് ക്യാമിയോസും ഇല്ല. ഈ 3 എക്സ്പെക്ടേഷൻസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പടം നന്നായിട്ട് എൻജോയ് ചെയ്തു. എക്സ്പെക്ടേഷൻ വയ്ക്കാതെ പോയി കണ്ട നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമ തന്നെയാണ് കൂലി. മോശമേ അല്ല. രജനി സാറിന്റെ ആ 50 ഇയേഴ്സിന്റെ ആ ടൈറ്റിൽ ഉണ്ടല്ലോ, സൂപ്പർ അടിപൊളിയായിരുന്നു അത്. ഞാൻ ഡിസപ്പോയിന്റഡ് അല്ല. 100% ഞാൻ ഹാപ്പിയാണ്. കൊള്ളാമെങ്കിൽ അത് ആരുടെ പടമാണെങ്കിലും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കൊള്ളാമെന്ന് തന്നെ പറയും. അതിനി സിനിമാക്കാരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിൽ ശരി, റിവ്യൂ എടുക്കാൻ വരുന്ന മീഡിയയുടെ മുഖത്ത് നോക്കിയാണെങ്കിലും നമ്മുടെ സ്വന്തം ചാനലിലാണെങ്കിലും കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് തന്നെ പറയും, അത് ആരുടെ പടമാണെങ്കിലും. അതായത് എനിക്ക് വർക്കൗട്ടായാൽ ഞാൻ പറഞ്ഞിരിക്കും, ഒരു സംശയമില്ല. പക്ഷെ നെഗറ്റീവ് റിവ്യൂസ് കേട്ട് പടം കാണാൻ പോവാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് പോയി ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത് കണ്ടിട്ടൊന്ന് എൻജോയ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലതെന്നാണ് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആൻഡ് രജനി സാർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ 50 ഇയേഴ്സ്. കുറെ നല്ല സിനിമകൾ, അടിപൊളി എക്സ്പീരിയൻസസ്. താങ്ക് യു സോ മച്ച് സർ, ആൻഡ് വിഷിംഗ് യു ഓൾ ദ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ടീം കൂലി, നല്ലൊരു മൂവി ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷിംഗ് യു ഗൈസ് ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും കൂലി സൂപ്പർ, മുടിച്ചിടലാമാ, മുടിച്ചാച്ച്, സൂപ്പർ പടം ബ്രോ. താങ്ക് യു. തലൈവാ, താങ്ക് യു, സൂപ്പർ പടം സാർ, സൂപ്പർ ആയിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. എങ്ങനെ ഈ ഫിലിമിനോട് അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എന്റർടൈനിങ് ആയിരിക്കും എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. സോ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.